ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് ഹെയർസ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഈ ഫേസ് ഹെയർസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുമോന്ന്. അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട. നമുക്ക് അങ്ങനെ ഫേസ് ഹെയർ എടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്ക് നോർമലി നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ഫേസ് റേസർ കൊണ്ടാണ് ഞാൻ ഈ ഫേസിലെ ഹെയർസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-in-1 എന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് 3 ബ്ലേഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, 3 റേസർ ആയിരിക്കുമേ. അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. കാര്യം നമുക്ക് ഈ ഒരുപാട് നമ്മൾ ഈ കുറഞ്ഞത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ നല്ലതല്ല കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഈ കാർമേസിയുടെ അത്യാവശ്യം നല്ലതാണ്, അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ട്, ഇതും വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ അത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ബ്ലേഡ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിനകത്ത് 3 ബ്ലേഡ്സ് ആണ് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു ബ്ലേഡ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു ബ്ലേഡാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എപ്പോഴും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. കാര്യം നമ്മുടെ സ്കിൻ അത്രയും മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്ക് അത്യാവശ്യം നമ്മുടെ ഈ ഒരു സ്കിന്നിന് ഡാമേജ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഞാൻ നേരത്തെ സ്കിന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഷേവ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒന്നും കൂടെ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസർ ആയിട്ട് ഒന്നും കൂടെ ഹൈഡ്രേറ്റ് ചെയ്യണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലേഡ്സ് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ ഡാമേജും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റോഫിലെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അങ്ങനെ ഇന്നതൊന്നുമില്ല. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് എടുക്കുക, നമ്മുടെ സ്കിന്നിൽ നമ്മൾ എല്ലാ പോർഷനിലും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം ഞാൻ നല്ല രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഇനി ഈ ഒരു ഫേസ് റേസർ കൊണ്ട് നമ്മുടെ ഈ ഹെയർസ് എടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. അപ്പം നമുക്കൊരു കൺട്രോളും കൂടെ കിട്ടും കേട്ടോ. കാര്യം നമ്മുടെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐബ്രോസിൻ്റെ ഭാഗം കൂടിയാണല്ലോ. അപ്പം അത് ബ്രേക്കായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇത് ചെയ്യാൻ. നമ്മൾ ഈ ഹെയർസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ. കാര്യം നമ്മൾ ഫോർഹെഡ്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇവിടുന്ന് താഴേക്ക് എന്ന രീതിക്ക് ഇങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു 45 ഡിഗ്രി നമ്മൾ ഈ ഒരു ആംഗിളിൽ ചരിച്ച് പിടിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇങ്ങനെ ചരിച്ച് പിടിച്ച് നമ്മൾ താഴേക്ക് വേണം ചെയ്യാനായിരിക്കും. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ ഷേവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്കിന്ന് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടൊരു മോയ്സ്ചറൈസർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കിന്ന് ഡ്രൈ ആയിട്ട് വലിഞ്ഞിരിക്കരുത്, നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ കൊള്ളത്തില്ല. അപ്പം നമ്മൾ മാക്സിമം ഒരു മോയ്സ്ചറൈസറും കൂടി ഇടാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലേഡ് നിങ്ങളൊരു 3-4 വട്ടം മാത്രം ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. ഒരുപാട് തവണ നമ്മൾ പിന്നെ യൂസ് ചെയ്യാതിരിക്കുക, നമ്മുടെ സ്കിന്നിനും കൊള്ളൂല. അപ്പം നിങ്ങൾ മാക്സിമം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.